ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുമായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ. ഇടിയപ്പം ഈ മാവ് കുഴച്ചെടുക്കുന്ന ഒരു ടാസ്ക്കുള്ള പണിയാണ്, എങ്കിലും ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സംതൃപ്തിയാണല്ലോ. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവൊക്കെ പെട്ടെന്ന് കുഴച്ച് തന്നെ കണ്ട് അച്ചൊക്കെ ആക്കി അതിനകത്തോട്ടൊക്കെ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ. അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിക്കറിക്കകത്ത് മുട്ട ഒഴുങ്ങിയിട്ട് മുട്ടക്കറി ആക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തേക്ക് നേരെ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ ഇക്കാക്ക് ചോറ് വേണ്ട, എനിക്കും ഇതിനും മതി. അതുകൊണ്ട് തന്നെ ഉള്ള മീനൊക്കെ എടുത്തങ്ങ് വറക്കാമെന്ന് കരുതി. പിന്നെ ഒരു ചമ്മന്തി അരച്ച് പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷായിട്ടൊരു മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് കരുതി. അതാകുമ്പോൾ എളുപ്പപ്പണിയാണ് കേട്ടോ. എനിക്കും ഇതിനും മതിയെങ്കിൽ ഭയങ്കര വിഭവസമൃദ്ധമായ ആഹാരമൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങളൊക്കെ കഴിക്കും. ഇക്ക ഉള്ളപ്പോഴാണ് കേട്ടോ വലിയ മീൻകറിയും മോരും അതും ഇതും അതൊക്കെ കാച്ചി എടുക്കുന്നത്. അങ്ങനെ ദാണ്ടേ മുട്ട പൊരിക്കാമെന്ന് കരുതി. പിന്നെ വിചാരിച്ച് വേണ്ട ഒരു തോരനങ്ങാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഉള്ള മുട്ടയും എല്ലാം തട്ടിയിട്ട് ഞാൻ തോരനാക്കി എടുത്തിട്ടുണ്ട്. പുറത്താണെങ്കിൽ എന്നിട്ട് അടിപൊളി മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാണ്ട് ഒരു സിമ്പിൾ ലഞ്ചായിരുന്നു ഇന്ന് ഞങ്ങളെടുത്ത്. അങ്ങനെ ദാണ്ട് ഞാൻ പോയി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാൻ ലഞ്ചിനായിട്ട് ദാണ്ട് നല്ല ചാള വറുത്തതും തലേന്നത്തെ മീൻകറിയും ചമ്മന്തിയും പിന്നെ കൂടെ എൻ്റെ സ്പെഷ്യൽ നാരങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് സംതൃപ്തിയായിട്ട് ഞാൻ ഊണ് കഴിച്ചു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.